അതെ, കൈ വിട്ടോന്നിട്ട് ഒറ്റക്കാണ് നിൽക്കുന്നത്. അവനക്ക് ഒരേ വാശി ഇതിന്റെ മുകളിൽ നിൽക്കണമെന്നുള്ളത്. പക്ഷെ ഞാൻ മുത്തുമുള തല തട്ടൂല, മുത്തുമുള തല തട്ടൂല. ആണ് തോട്, ചെറിയ തോട് കൂടെയാണ് ഞങ്ങൾ. AGR ബ്ലോഗിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഉച്ചക്കാലത്തെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് ഇനിയിപ്പോൾ നെക്സ്റ്റ് പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങാണ്. ഒരു ചെറിയ കൊച്ചു തോണി നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതായിട്ട് ഫാമിലി ആയിട്ട് ഞങ്ങളൊന്ന് പുറത്ത് കുട്ടനാടിൻ്റെ പ്രകൃതി ഭംഗികൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ താറാവ് മേടിക്കണം എന്നൊരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ താറാവ് മേടിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. നമുക്ക് അതൊക്കെ ഒന്ന് പോയിട്ട് ആ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് താറാവിനെ മേടിച്ച് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺസിൽ ഒന്ന് പ്രസ് ചെയ്ത് പോകുക. അപ്പോൾ ഓക്കെ, ഇങ്ങോട്ട് രചന, റംഷാദോടെ ആ എല്ലാവരും ഇതിലേക്ക് ഞങ്ങൾ തോണി എടുത്ത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ താറാവിനെ മേടിക്കാൻ അങ്ങനെ വെള്ളത്തിൽ കൂടെ തൊഴിഞ്ഞ് എന്താ വെള്ളത്തിൽ കൂടെ തൊഴിഞ്ഞ് ഇങ്ങോട്ടൊക്കെ. ഇപ്പം ഞങ്ങൾ പിന്നെ ഒരു ചെറിയ തോണി എടുത്ത് എന്താ വെള്ളത്തിൽ ഞങ്ങൾ തോണിയൊക്കെ എടുത്ത് ഞങ്ങൾ താറാവ് മേടിക്കാൻ പോയിക്കൊണ്ടിരിക്കട്ടോ. ഞങ്ങളെ തോണി എടുത്ത് താറാവ് മേടിക്കാനുള്ള പോക്കാണ് ഈ യാത്ര, താറാവിനുള്ള യാത്രയിലാണ്. അത് ഞങ്ങൾ തോണിയിൽ ഇങ്ങനെ താറാവ് മേടിക്കാനുള്ള ഒരു പോക്കിലാണ്. റിനിയ, റമിയ, മുത്തുമോളാ, ആ മുത്തുമോൾ ഇങ്ങോട്ട് റയാന ഇങ്ങോട്ട് റംഷാദ്. ഈ ഒരു തോട്ടിക്ക് പോവാൻ നിൽക്കുകയാണ്. ഇതാണ് അവിടെ ഒരു ചെറിയൊരു ഇത് കണ്ടില്ല. എല്ലാവരും തലപ്പം താത്തിട്ടാ കേട്ടാ. എല്ലാവരും തല താത്തിക്കണം. ഞാൻ താത്തിക്കണേ കേട്ടാ. തലാതി ഈ തോണി പിടിച്ച് താത്തിറങ്ങി ഞാൻ താത്തിക്കോളട്ടോ. വലിയ രണ്ട് തല വെച്ചിട്ടുണ്ട് കഴിഞ്ഞാ പൊന്നട്ടാ ബാക്കിലുണ്ടെങ്കിൽ പറയണോട്ടെ, ഞാൻ കാണുന്നില്ല. ഒരു പാലം കൂടി വരുന്നുണ്ടോ? പാലം വരുമ്പോ ഞാൻ അങ്ങ് താവും. ഞാൻ താന്നേ ഇല്ല. ഇത് കുഴപ്പമില്ല. ഇത് താവണം നിർബന്ധമില്ല. വലിയ തല നോക്കി തല. ഞങ്ങളെ ഞങ്ങൾ തോണിയിൽ ഇങ്ങനെ പോവാണ്. നല്ല സൂപ്പർ യാത്ര. ഓക്കെ, അത്യാവശ്യം ചൂടുണ്ട്, എന്നാലും രസകരമായിട്ട് തോണിയിൽ ഇങ്ങനെ ഞങ്ങൾ മക്കളും എല്ലാവരും ചെറു തോണി എടുത്ത് ഞങ്ങളിങ്ങനെ ഒരു ചെറിയ തോട് കേട്ടോ. ചെറിയ തോടിൻ്റെ ഒരു വഞ്ചി വരുന്നുണ്ടോ? ഇങ്ങനെ ഞാൻ തോണി കൂടെ നമ്മളിങ്ങനെ പോവാണ്. താറാവിനെ മേടിക്കാൻ പോവാണ്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, എന്നിട്ട് അവിടെ നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ വന്ന ഹൗസ് ബോട്ട് അവിടെ നിൽക്കണം. ഞങ്ങൾ ചെറിയൊരു തോണി സംഘടിപ്പിച്ച് ഞങ്ങളൊരു ചെറിയൊരു യാത്ര. ഓക്കെ, താറാവിനൊക്കെ മേടിച്ച് കുട്ടനാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നല്ല പ്രകൃതി. ഇവിടുത്തെ വീടുകൾ കണ്ടില്ലേ, കാണാണ്ട? പ്രകൃതി രമണീയമായ രമണിയോടെ രമണിയില്ല. ഓക്കെ, കണ്ട ഇവിടെ ഭയങ്കര എന്താ പറയാ, എലക്ഷൻ്റെതായതുകൊണ്ട് പ്രചരണം നടന്നുകൊണ്ടിരിക്കുക. ഭയങ്കര പ്രചരണമാണ് ഇവിടെ. ഞാനിപ്പോൾ ഹൗസ് ബോർഡറോട് ചോദിച്ചു എന്താണ് ഇവിടുത്തെ സ്ഥിതി ചോദിച്ചപ്പോൾ LDF അത്ര ലീഡ്. LDF ആണ് തോട്. ചെറിയ തോട്ടിൽ കൂടെയാണ് നമ്മളെ യാത്ര. ഈ ചെറിയ തോട്ടിൽ കൂടെ ഇല്ലല്ലോ നീച്ചോ, അങ്ങോട്ട് വല്ലാണ്ട് അഭ്യാസം കളിക്കണം, നീക്കാന്ന് മാത്രം. നാടൻ കായലിലെ കൊട്ടുവെള്ളം കഴിഞ്ഞപ്പം പാട്ടൊന്ന് പാടടി പച്ചക്കുറുമ്പേ. ഞങ്ങളിങ്ങനെ
ചെറുതോണിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടനാടിന്റെ പ്രകൃതി കണ്ടോ? ഞങ്ങൾ ഈ കുട്ടനാടിന്റെ പ്രകൃതി, ഇവിടുത്തെ വീടുകളും ഇവിടുത്തെ നല്ല തോടാണ്. നമ്മൾ ഹൗസ് ബോട്ട് ഈ തോട്ടിൽ കൂടെ വരില്ല, ഹൗസ് ബോട്ട് ഈ തോട്ടിൽ കൂടെ വരില്ല. അതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു തോണി എടുത്തിട്ട് ഈ ഇതിൻ്റെ പ്രകൃതി, അതായത് നല്ല പാടം, ഇപ്പുറത്ത് വീടുകൾ, നല്ലൊരു തോണി, കുറേ വഞ്ചികൾ നിൽക്കുന്നത് കണ്ടില്ലേ? ഇതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, ഇവിടെ 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 ഞങ്ങൾ കണ്ടോ അങ്ങനെ തോണി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ? റെഡി? റയാൻ റയാൻ വരാരിയോ? റയാൻ 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 ഇവിടെ ഉണ്ട് കേട്ടോ. റയാൻ എവിടെ പോണത്? താറാവിനെ മേടിക്കാനുള്ള ഒരേ പോക്കാണ് കേട്ടോ. റയാൻക്ക് താറാവ് കിട്ടിയേ മതിയാകൂ. രമ്യേ അവിടെ റെഹാന, ഫാത്തിമ, റജീന, റംഷാദ് എല്ലാവരും ഉണ്ട്. ഓക്കെ, ഞങ്ങളെല്ലാവരും കൂടി ചെറുതോണിയിൽ കണ്ടാ. ചെറുതോണി രസമാണ് ഇങ്ങനെ യാത്ര ചെയ്യാനോട്ടോ. സംഭവം നല്ല രസമായിട്ടുണ്ട്. ടകട 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 ടട്ടട ടകട ഓടിയോ റയാൻ റയാൻ കൈ വിട്ടോന്നിട്ട് ഒറ്റക്കാണ് നിൽക്കുന്നത്. അവനക്ക് ഒരേ വാശി ഇതിൻ്റെ മുകളിൽ നിൽക്കണമെന്നുള്ളത്. പക്ഷെ നമ്മളെ പൈലറ്റ്, അതായത് നമ്മളെ തോണി തൊയ്യണ ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ നിർത്തിക്കോളി എന്ന് പറഞ്ഞ്. ഞാനിവിടെ തൊട്ടടുത്തുണ്ട്, ആ ഒരു ധൈര്യത്തിൽ നിർത്തിയതാണ്. അല്ല ചിരിച്ചുകൊണ്ട് നിൽക്കണില്ലേ? റയാൻ ഹൗ ആർ യു? ഒത്തുമോള് നമ്മളെ തോടിൻ്റെ തുമ്പത്ത് പോയി, ഇവിടെ നമ്മൾ തോടിൻ്റെ തുമ്പത്ത് പോയിട്ട് നിൽക്കുകയാണ്. ഫോട്ടോ പെടുന്നില്ല, ഇത് കിട്ടുന്നില്ല. ഇല്ല കുഴപ്പമില്ല. അവിടുത്തെ തല നോക്കാം നമുക്ക്. അതാ മുത്തുമോളെ തല തട്ടില്ല. ഞങ്ങൾ ഗ്യാരണ്ടി പറയുന്നു, മുത്തുമോളെ തല തട്ടൂല. അപ്പൊ എനിക്ക് പേടിയില്ല. കുട്ടികൾ പേടിച്ചിട്ട് അങ്ങോട്ടും അങ്ങോട്ട് ആവുമ്പോൾ ആയി കഴിഞ്ഞാൽ ആദ്യം ഞാൻ പിടിച്ച് എന്നെ മുക്കും. എന്നിട്ട് അല്ല മനസ്സിലായി ജി നീന്തുന്നുള്ളത്. മുക്കിയാണ് കൊല്ലും. നീന്താൻ ചെയ്യാൻ ഞാൻ വിട്ടിട്ടല്ലേ ജി നീന്തുക. അല്ല മനസ്സിലായി, അത് 100% ഉറപ്പാ. അവിടെ റംഷാദ് എന്തിയാ ഇത് കാണാണ്ട? ഫ്രണ്ട് ക്യാമറ. ഒരാള് തുമ്പത്താണ് തണ്ട, ഒരാള് തുഞ്ചത്ത്, മറ്റാള് അങ്ങേ തുഞ്ചത്ത്, ഞാൻ നടുക്കെ ഇരുത്തിക്കണത് തോണിക്ക് ബാലൻസ് ചെയ്യാൻ അത്രേ. അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ നിന്റെ ബാലൻസിലാണ് ഇപ്പൊ തോണി പോയിക്കൊണ്ടിരിക്കണത്. ഇത് തൊഴിയണോ? കോലെടുത്തിട്ട് മുത്തണം ശേഷം ആ കയ്യോട് പിടിച്ചതിന്റെ ബാക്കി കൊടുത്താൽ മതി. മൂപ്പര വലിയും നിന്റെ വലിയും കൂടെ ആകുമ്പോൾ സെറ്റാവും. I am successfully reached. നീ കാർ പിടിക്കണം. വരി വരാമോ? ആ പോട്ടെ. പിന്നെ കൈ പിടിച്ചോളെ. ഒരു കൈ കൊണ്ട് പിടിക്കുക. പോട്ടെ കിട്ടിയോ? റെക്കോർഡിങ് ഓണാക്കാൻ പറഞ്ഞു. വെള്ളം കെട്ടിക്കോളി. ഇതിപ്പോ എവിടെയാണ്? ഏതാണ് സ്ഥലം? സ്ഥലം പുത്തമംഗലം. ഇതാണ് ഇപ്പൊ പുത്തമംഗലം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത്. പുത്തമംഗലം. ഞങ്ങളുടെ ഉദ്ദേശം താറാവ് മേടിക്കുക എന്നതാണ്. ഒരു 15 മിനിറ്റ് നടന്നാൽ 15 മിനിറ്റ് നടക്കണം. തടി കുറഞ്ഞോളൂ. മാസ്ക് വരൂ. ഇങ്ങോട്ടാണ്. ക്യാമറമാന്റെ ബാക്കിൽ തന്നെ ഘട്ടം വന്നോട്ടെ. ഇല്ലെങ്കിൽ നമ്മള് വഴി അറിയില്ല. കിട്ടുമോ? താറാവ് കിട്ടുന്ന സ്ഥലം ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും.
എടാ പ്രകൃതി കിട്ടണോട്ടോ. നീ വേണമെങ്കിൽ ഡബിൾ ക്യാമറ ആയി കുറച്ച് ദിവസം ഡബിൾ ക്യാമറ ആയിക്കൊള്ളാം. തന്നോ ഡബിൾ ക്യാമറ അതും അപ്പൊ രണ്ട് അവരും ഉണ്ടാവും ഞങ്ങളും ഉണ്ടാവും. ഡബിൾ ക്യാമറ ഇട്ടോ. ഇതുവരെ വരൂലേ? റയാനത് ഒറ്റക്ക് പോടും. റയാൻ ചെങ്ങായി റയാന നിക്കടാ, ഏടാ നിക്കടാ റയാന. അമ്മച്ചി വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. അമ്മച്ചി ചൂണ്ടലിട്ടിരിക്കുക, ഒന്നും കിട്ടിയിട്ടില്ല. റയാൻ ഓടല്ലേ? എങ്ങനെ? ആ UDFന്റെ പ്രചരണ വാഹനമാണ് കുക്കു ഉന്മേഷ്. കുക്കു ഉന്മേഷിന് പ്രചരണ വാഹനം ഇപ്പൊ തൽക്കാലം റെസ്റ്റിലാണ്. ഭക്ഷണം കഴിച്ച് റെസ്റ്റിലാണ്. റയാൻ ഓടല്ലേ? നമ്മളെ നാട്ടിൽ ഇപ്പൊ നമ്മള് നടന്നിട്ട് ചാവറ പള്ളീൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളത്. ഒരു ക്രിസ്ത്യൻ ചർച്ച് ഉണ്ട്, അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 5-6 മിനിറ്റായി നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഓക്കെ, നടത്തം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യം അറിയില്ല. താറാവ് ലക്ഷ്യം താറാവ്, പക്ഷെ ഇതിന് അന്ത്യം എവിടെയെന്ന് അറിയില്ല. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ നല്ലൊരിതാ ഫാമല്ല, കൃഷിയാണ്. കൃഷിയാണ്. ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട്. അഗ്രികൾച്ചർ. അതാ ചർച്ച്, പുതിയ ചർച്ച്. എങ്ങനെയൊക്കെ ഈ റോഡ് തീരുന്ന സ്ഥലത്താ. ഈ റോഡ് തീരണല്ലേ? രണ്ട് സൈഡും നല്ല പച്ചപ്പായിട്ടുള്ള ഭാഗം. ഓക്കെ, റയാൻ എവിടേക്കാണ്? അന്നിട്ട് നടന്നില്ല. അന്ന് ഇങ്ങനെ ഇന്നലെ നടന്നിരുന്നത്. അന്ന് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീടുകളായിരുന്നു. ഫുള്ള് വീടുകളായിട്ട് അതിൽ നിന്നൊരു വീട്ടിൽ നിന്നാണ് ഇത് വെച്ചത്. വീടുകൾ, അതിൻ്റെ ഇടയിൽ കടകൾ, ചെറിയ ചെറിയ തട്ടുകടകൾ. വാ നടന്നു കൊടുത്തു. അന്ന് നടന്ന ഇങ്ങനെ പാടങ്ങളൊന്നുമല്ല. അന്ന് നടന്നേക്ക് മീനിനെ വളർത്തുന്ന ഇതുണ്ടാവില്ലേ, ചെറിയ ചെറിയ കുളങ്ങള്, അങ്ങനത്തെ കുളങ്ങള്, അതിൻ്റെ ഇടയിൽ കടകള്. ഏത് പള്ളിമണിയാണ്? ചവറപ്പള്ളി മണി. ചാവറപ്പള്ളി കുറിയാക്കോസ് ഏരിയാസ്. ഓ, എന്നാണ് മണി കേട്ടത്. 3:15 അവര് മണി. നമ്മൾ വെല്ലനെ നടന്നാലേ ഞാൻ എത്തൂല. അപ്പോൾ നമുക്കൊന്ന് ഓടാം, ഒന്ന് സ്പീഡായിട്ട് ഓടിയിട്ട് താറാവിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക. ഇങ്ങനെ വെല്ലനെ പോകുമ്പോൾ ഒരുപാട് ടൈം പിടിക്കുന്നുണ്ട്. ഒന്നങ്ങോട്ട് നമുക്കൊന്ന് ഫോർവേഡ് പോവാട്ടാ. ഓക്കെ, അങ്ങനെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനായി. ഇവിടെ വന്നിട്ടേ അവരായി കൂടെ വരും. അപ്പോൾ ഇവിടെ ഉണ്ട് എന്ന് വരും. നിൽക്കണോ? താറാവുണ്ട്. പൂട അങ്ങനെ പറിച്ചതാണല്ലേ? ഒക്കെ അറുത്ത് പൂട പറിച്ച് അപ്പൊ അതിന്ന് 2 എണ്ണം നമ്മൾ മേടിച്ചു. ഓക്കെ, എന്നാ ശരി, നമുക്ക് വിടാം. താറാവ് നമ്മളെ വീട്ടിലിരുന്നു. ആ കട തൊഴിൽ ചെറുതേ ഉള്ളൂ, അതിൽ വലുതില്ല. 10 രൂപ ഉണ്ടല്ലേ, അതിനെ മേടിച്ചോളൂ. അത് തരില്ലേ? അത് അവിടെ ഒരു 3 എണ്ണം 2 എണ്ണം. ഏട്ടാ എങ്ങോട്ടും വേണ്ട, ഒരു 8 എണ്ണം തരും. മധുരമുള്ളോ? ആ മധുരമുള്ളോ? സോഡ വേണ്ട, ഏട്ടനൊരു സോഡ കൊടുക്കും. കളയല്ല
ആ മാസ്ക് ചെവിയിലിട്ടോ. നടക്കുന്നതാ ചളി കേട്ടുണ്ടാ. ആ പ്ലാസ്റ്റിക്കിന്റെ കുപ്പി പുറത്ത് കിട്ടി എടുത്തിട്ടാ. ഇവര് അവിടെ പലവർക്കും ഇതുണ്ട്, അതിലിടണം. അവരെ നാട് സൂക്ഷിക്കുമ്പോ നമ്മളത് ശ്രദ്ധ വരുത്തണം. അപ്പൊ ഞങ്ങള് കുട്ടനാട് കൂടെ നടന്നു പോയി. ഞങ്ങള് താറാവിനെ മേടിച്ചു. പക്ഷെ ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇതൊന്നും വിടുന്ന പ്ലാസ്റ്റിക് വേസ്റ്റ് കണ്ടാ. ഇതുപോലെ നമ്മൾ നടക്കുന്ന എല്ലാ ഒരു 50-100 മീറ്ററിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പല ബോക്സുകൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാം. നമ്മൾ പെപ്സിയോ എന്തെങ്കിലും നടന്ന് കുടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ വേസ്റ്റ് അതിലിടും. ഒരു കച്ചറ പോലും പുറത്ത് കളയാതെ. ആ സംഭവം ഭയങ്കര ഒരു അട്രാക്ഷൻ തന്നെയാണ്. കാരണം കുട്ടനാടാണ്, ഇവിടൊക്കെ ആര് ശ്രദ്ധിക്കാനാണ്. പക്ഷെ അവിടെ പോലും ഇത്ര വൃത്തിയായി മനോഹരമായിട്ടാണ് ഇവരത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു കാര്യത്തിന് നമുക്ക് ഇതിനെ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റൂ. ഇവരെ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റൂ. കാരണം ഇവര് ആ ഒരു കാര്യം വളരെ വൃത്തിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ടൂറിസ്റ്റ് കേന്ദ്രമാണ്, ആൾക്കാർ വരുന്നതാണ്. പക്ഷെ എങ്കിലും ഇവിടെ എത്രയും സൂക്ഷിച്ചിട്ട് ഇവർ വൃത്തിയിൽ കൊണ്ടെടുക്കുന്നതിൽ നമുക്ക് ഇവരെ അപ്രിഷ്യേറ്റ് ചെയ്യാം. ഓക്കെ, എനിക്കത് കണ്ടപ്പോൾ പറയണം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ബ്ലോഗിൽ അതും കൂടി പറഞ്ഞത്. അപ്പം ഞങ്ങൾ താറാവ് മേടിച്ച് തിരിച്ച് ഞങ്ങൾ ആ തോണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദർശന ഭവൻ ചവറ പബ്ലിക് ചവറ പിൽഗ്രിംസ് സെന്റർ. ഇത് ചവറ വാട്ടർ പ്ലാന്റ്. ഓക്കെ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ്. എന്തായാലും നമ്മൾ വീണ്ടും നമ്മളെ തോണി നിർത്തിയ സ്ഥലത്തേക്ക് നമ്മൾ എത്തി തുടങ്ങി. ഇവിടെ കുറച്ച് അപ്പുറത്താണ് നമ്മൾ തോണി നിർത്തിയിട്ടുള്ളത്. നമ്മൾ തോണി നിർത്തി കൊടുത്തേക്ക് എത്തി. ഇനി തോണിയിൽ നമുക്കിങ്ങനെ വീണ്ടും തുഴഞ്ഞുകൊണ്ട് നമ്മളെ ഹൗസ് ബോട്ടിലേക്ക് പോവാം. ഒരു അമ്മച്ചി അവിടെ ചൂണ്ടിടുന്നുണ്ട്. എന്തെങ്കിലും കിട്ടിയോ എന്നൊക്കെ ചോദിക്കാം നമുക്ക്. അമ്മച്ചി പൊയ്ക്കണമെന്നറിയില്ല. ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ, വീടുകളൊക്കെ ഇങ്ങനെ അടിയിൽ ഫില്ലർ കൊടുത്തിട്ട് മോൾക്കാണ് വീടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അടിയിൽ ഫുള്ള് ഫില്ലർ, സ്റ്റെയർ കേസ്, അതിങ്ങനെ വന്നിട്ട് മോൾക്ക് വീട്. കാരണം ഇനി വെള്ളം കയറുമ്പോൾ ആ ഒരു ഇത് വേണ്ട. പുതിയ പുതിയ വീടുകൾ ഇനിയിപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മച്ചിയെ വല്ലതും കിട്ടിയോ? ഒരെണ്ണം കിട്ടി. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഒരെണ്ണം കിട്ടിയില്ലേ? എവിടെ? ആ, അത് കണ്ടോ അമ്മച്ചിൻ്റെ? അതായിരിക്കുന്നു. ഇതെന്താ സാധനം? എന്താണ്? കൂരി. ഇതിന് കൂരി എന്ന് പറയാം. നമ്മളവിടെ മുഴിയുന്നല്ലോ പറയുന്നതിന്. അപ്പോൾ കൂരി എന്ന് വരും. ആ സാധനം അമ്മച്ചിക്ക് ഒന്ന് കിട്ടിയിട്ടുണ്ട്. അമ്മച്ചി ആത്മാർത്ഥമായിരുന്നു വൈകുന്നേരം വരെ ചൂണ്ടിലിടും. നിങ്ങൾക്ക് സുഖമാണല്ലോ, തൊട്ടടുത്തിരിക്കുക. കറിക്കുള്ള മീൻ കിട്ടൂലേ? ആ, കറിയൊക്കെ കിട്ടൂലേ? ശരി ശരി ശരി. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ സംഭവം. ഭയങ്കര രസമാണ്. പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ഒരു ദിവസം 2 ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് രസമായിരിക്കും. പക്ഷെ കൂടുതലാകുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കും ബോറടിക്കും. ഇപ്പം തന്നെ ഞങ്ങളൊരു 10-20 മിനിറ്റ് ഞങ്ങൾ നടന്നു. നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ നടത്തൊന്നും പതിവില്ല. കാരണം എവിടെയെങ്കിലും പോകണമെങ്കിൽ ബൈക്കുണ്ട്, അതൊക്കെ എടുത്ത് നമ്മൾ പോവുകയേ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് നടന്നപ്പോൾ നല്ലൊരു എന്താ പറയുക, ക്ഷീണം ഉണ്ടെങ്കിലും ഒരു സുഖമുണ്ട്. ഇവിടുത്തെ രസം ഇത് കണ്ടില്ലേ? ഈ മണ്ണലൊക്കെ കെട്ടി എന്താ കായലിലിങ്ങനെ ഒരു കുറുകിയ ഒരു പാലൊക്കെ ഉണ്ടാക്കി. സംഭവം രസമാണ്. ഇവിടുത്തെ വഴികളും ഇങ്ങനത്തെ വഴികളും നമ്മുടെ നാട്ടിലിപ്പോൾ ഇല്ല തോന്നുന്നു. ഇങ്ങനത്തെ വഴികൾ ചെറിയ ചെറിയ ഇടവഴികൾ. എന്തായാലും രസമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്ഷീണിച്ചു. അപ്പോൾ നമുക്കിനി നമ്മളെ തോണി കയറിയിരിക്കാം. ഇതാട്ടോ ഞങ്ങളെ തോണിൻ്റെ അടുത്തേക്ക് എത്തി. ഇതാ നിൽക്കുന്നു ഞങ്ങളെ തോണി. ഓക്കെ, ഞങ്ങൾ വീണ്ടും ഞങ്ങളെ തോണിൻ്റെ അടുത്തേക്ക് എത്തി. ഞങ്ങളെ കൂടെ വന്ന ആൾക്കാരൊന്നും എത്തിയിട്ടില്ല. ഞാനും റിഹാന ഫാത്തിമയും എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ഇനി വന്നുകൊണ്ടിരിക്കുകയാണ്, അവരെത്തിയിട്ടില്ല. അപ്പോൾ ഇത് എപ്പിസോഡ് 2. ഇതുവരെ എപ്പിസോഡ് 1, ഇത് സെക്കൻഡ് കേട്ടോ. വേറെ എന്താ